സാധാരണക്കാരായ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റണം. അതിനെന്താ പണി? ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. ആ കേന്ദ്രങ്ങളിലേക്ക് ആള് വരണമെങ്കിൽ കറാമത്തുകൾ ഉണ്ടാവണം. കറാമത്തുകൾ ആളുകൾക്ക് ദഹിക്കുമോ? അങ്ങനെ ഒന്ന് ശരിക്കുണ്ടോ? അത് കള്ളക്കറാമത്താണോ? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്തും പറയാം. അങ്ങനെ CM മടവൂരിന് ഒരുപാട് കറാമത്തുകളുണ്ട്. അദ്ദേഹം സാധാരണ പോണ പോലെ അങ്ങനെ പോകുകയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. അന്ന് മുതലാണ് അദ്ദേഹത്തിന് കറാമത്തുണ്ടായത്. ഏതാണ് ആ സംഭവം എന്ന് കേട്ട് നോക്കാൻ പറയുന്നത്. ഒരു ദിവസം മൊയ്തീൻ സാഹിബിന്റെ ഞാൻ കണ്ടാണ് മഹാൻ പറയുന്നത്, അല്ലാഹു അവിടുത്തെ ദർജറ്റി കൊടുക്കട്ടെ. ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ കോളാമ്പിൽക്കാണ്ട് ചുരുട്ട് ഇങ്ങനെ മിനിറ്റ് ആ കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കിടക്കുക. അങ്ങോട്ട് വാ, അത് വൃത്തിയാക്കിയാണ്. പറയാൻ വിഷമമുണ്ട്, ഇത് പറയാൻ വിഷമമുണ്ട്. ഇനി പറയണ്ടല്ലോ, ഞാൻ വിഷമത്തോടെയാണ് പറയണത്. എന്തുണ്ടായത്? മൊയ്തീൻ സാഹിബ് എന്ന് പറഞ്ഞ ഒരാള് കാർക്കിച്ച് കഫം കൊണ്ട് തുപ്പി. നമുക്ക് വെറുപ്പുണ്ടാവും, പക്ഷെ പറയാതിരിക്കാൻ പാടില്ല. കാർക്കിച്ച് കഫം എടുത്ത് തുപ്പിയിട്ടൊരു പാത്രത്തിലാക്കി. മൊയ്തീൻ സാഹിബ് പറഞ്ഞു, CM-നെ അബൂബക്കറിനെ വിളിക്കുക, അബൂബക്കറെ ഒന്ന് വൃത്തിയാക്കും മോനെ. CM മടവൂര് നേരെ ഈ പാത്രം കൊണ്ടുപോയി എടുത്ത് കുടിച്ചു. ആടെ ഇരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല, വൃത്തിയാക്കി. അഞ്ഞ ഇത് നമ്മളെ ശേഖന് ചെയ്തതാ, ഞാനൊന്നുമല്ല. ഇങ്ങനെ എത്തിയിട്ട് ഞാനൊന്നുമല്ല. അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം, കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും ടോപ്പിലെ പരീക്ഷയായിരുന്നു. അത് മുഴുവനും കുടിച്ച് അങ്ങനെ അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായിപ്പോയി. ഈ ചുരുട്ടല്ലേ പുകലല്ലേ, 8 ദിവസം കഴിഞ്ഞിട്ട് ആ ബോധം തെളിഞ്ഞു. ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കാൻ പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഷെയ്ഖുനയുടെ ഏറ്റവും വലിയ ഉയർച്ച. അവിടെ നിന്ന് ഏറ്റവും ഉയർന്നത്. ആ ദിവസം മുതൽ അദ്ദേഹത്തിന് കറാമത്ത് ആരംഭിച്ചു എന്നാ പറഞ്ഞത്. എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? അറപ്പോടുകൂടെ നാം കേൾക്കുന്ന കാര്യങ്ങൾ കറാമത്തായി നാട്ടുകാരുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തു ഈ പുരോഹിതന്മാർ. സംശയം വരും, ഞാൻ അയച്ചുതരാം. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പഠിപ്പിച്ചു. സിയമലുല്ലാന്റെ ഷെയ്ഖാണല്ലോ, അവരുടെ തർബിയത്ത് നിങ്ങൾ കണ്ടതല്ലേ? CM-നെ വിളിച്ച് അബൂബക്കർ ഇവിടെ വന്നത് പേരാ വിളിക്കുക. അങ്ങനെ CM വേഗം കുണി ഇറങ്ങി വന്നു. അങ്ങനെ സാഹിബിന്റെ മുമ്പിൽ ഇങ്ങനെ വരച്ചിട്ടാ CM. അങ്ങനെ പിന്നെ മുമ്പ് തന്നെ സാഹിബ് ഈ മുറുക്കി തുപ്പുന്നതും പാപ്പു എല്ലാം ഉള്ള വലിയൊരു തളിക ഉണ്ട്. ആ തളിക നിറയേണ്ട സാധനം CM-നെ പറഞ്ഞു, കുടിയെന്നാണ്, എടുത്ത് കുടിയെന്നാണ്. CM എടുത്തിട്ട് അത് കുടിച്ചു. നമ്മളാരും കുടിച്ചാൽ തീരൂല, അസ്തിരിപ്പുണ്ട്. കുടിച്ച് വലിയ തളികല. ഞാൻ എന്തൊക്കെ കണ്ടാലേ, ഞാനത് കുടിക്കണൊക്കെ ശരിക്കും കണ്ടതാ. ഇങ്ങനെ ഈ വലിയ തളിക ഇങ്ങനെ 2 കൈ കൂടി ഇങ്ങോട്ട് ഇട്ട് നമ്മളാരും കുടിച്ചാൽ തീരൂല, അത്രയ്ക്കും സാധനം ഉണ്ട്. കുടിച്ച് അത് സാധനം ആവിട്ടിങ്ങനെ നക്കല പറയും. അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് CM-ന് ഉണ്ടായില്ല. എന്നിട്ട് അവസാനം കുടിച്ചു തീർന്ന് നക്കി അവസാനം പറഞ്ഞു അവിടെ കിടന്നു. CM അല്ല, സാഹിബ് കട്ടിലിന്റെ മുകളിലുണ്ട്, നിലത്ത് സിമെന്റിന്റെ മുകളിൽ അവിടെ കിടക്കാൻ പറഞ്ഞു CM-നോട്. അവിടെ കിടന്നൊന്നാണ്. അങ്ങനെ എത്രയോ ആളുകൾ പായ് കൊണ്ടിട്ട് കൊടുക്കാൻ സാഹിബ് പറഞ്ഞു അനങ്ങാൻ പറ്റില്ല, അവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെ എൻ്റെ ക്യാപ്പയൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു മുറുക്ക് വെള്ളം കൊടുക്കട്ടെ, അനങ്ങാൻ പറ്റൂല, വെള്ളം കൊടുക്കാൻ പറ്റൂല. അക്കടുത്തും ഒരു 15 ദിവസം കിടന്നു. 15 ദിവസം ഒരു വെള്ളവും ഇല്ല. നിങ്ങളുടെ വീട്ടിൽ വെച്ച സംഭവം ഞാനൊക്കെ കണ്ടതാ. UK മജീദ് ഉസ്താദ് ഇത് പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഈ സംഭവം അതിന് സാക്ഷിയായ നിങ്ങളുടെ വീടാണ്. അതെ. അങ്ങനെ ഞാനൊക്കെ എത്രയോ സ്കൂളിൽ പോകാൻ നിൽക്കുന്നത്, ഇത് മരിച്ചു വെച്ചിട്ട് CM മരിച്ചു വെച്ചിട്ട് എത്രയോ സ്കൂളിൽ പോകാൻ കാലും കൈവിട്ട് ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ ഉഴച്ച് കളിക്കുക, ശരീരമൊക്കെ മെലിഞ്ഞു എന്തോ ആയിപ്പോയി. 15 ദിവസത്തൊക്കെ ഒരു വെള്ളമില്ല, വീഴ്ചയില്ല, ഉള്ളില്ല. ആരോ വെള്ളം കൊണ്ടുപോയാൽ പറയും ഇങ്ങനെയൊക്കെ സാഹിബിൻ്റെ സമയമില്ലാത്ത ഞാൻ കുടിക്കില്ല. 15 ദിവസം കഴിഞ്ഞാൽ സാഹിബ് പറഞ്ഞൊരു ഗ്ലാസ് പാല് കൊണ്ടുവരണം. അങ്ങനെ പാല് കൊണ്ടുവന്ന് സാഹിബ് അതിലേക്ക് ഒന്നങ്ങ് ഉപ്പേ ചെയ്ത് അത് CM-നെ എല്ലാവരും കൂടി താങ്ങി കുത്തി CM 2 കൈ കൊണ്ടും കുടിച്ചു. അതിൻ്റെ ശേഷം പറഞ്ഞ് കുളിച്ച് ശുദ്ധിയായി സംസാരം തുടങ്ങിക്കാവുന്നതാണ്. സംസാരം തുടങ്ങിക്കാവുന്ന അപ്പൊ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ശരിക്കേണ്ടതാണ്. അള്ളാന്റെ ദീനിനോട് ഒരു നീതിയും പാലിക്കാത്ത പ്രയോഗങ്ങൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒട്ടനേകം കറാമത്തുകൾ വരാൻ തുടങ്ങി എന്നാ പറയാൻ തുടങ്ങിയത്. എന്നിട്ട് ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി.